ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്റെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. കേസിൽ ജയസൂര്യയെ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് ഈ നടപടി. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ. കേസിൽ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സേവ് ബോക്സ് ആപ്പിനെ സാധാരണക്കാർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ അഭിനയിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. തട്ടിപ്പിലൂടെ സേവ് ബോക്സ് നേടിയ കള്ളപ്പണം കൈമാറിയവരുടെ പട്ടികയിൽ ജയസൂര്യയും ഉൾപ്പെട്ടതാണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. നിക്ഷേപം എന്ന പേരിൽ നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയതിന് ആപ്പിന്റെ ഉടമസ്ഥനായ തൃശൂർ സ്വദേശി സാത്വിക് റഹീമിനെ 2023 തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുമാണ് ഇഡി അന്വേഷിക്കുന്നത്. സാത്വിക് റഹ്മാന്റെ സിനിമാ ബന്ധങ്ങളിലും ഇഡി അന്വേഷണം തുടങ്ങിയിരുന്നു. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യ പ്രവർത്തിച്ചതിന് ഇഡിക്ക് ചില കരാർ രേഖകൾ ലഭിച്ചതായാണ് വിവരം. സിനിമാ താരങ്ങളെ മുൻനിർത്തി നിരവധി സാധാരണക്കാരിൽ നിന്ന് സാത്വിക് റഹീം പണം തട്ടിയെന്നാണ് കേസ്. സ്ത്രീകൾ ഉൾപ്പെടെ 1 ലക്ഷം മുതൽ 20-30 ലക്ഷം വരെ പണം നൽകി തട്ടിപ്പിന് ഇരയായവരുണ്ട്. തട്ടിപ്പിലൂടെ ലഭിച്ച ഈ പണം ജയസൂര്യയിലേക്കും എത്തിയെന്ന നിഗമനത്തിലാണ് ഇഡി. എന്നാൽ ചെറുപ്പക്കാരനായ ഒരാൾ തുടങ്ങിയ പുതിയ സംരംഭം എന്ന് വിശ്വസിച്ച് അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അതിനുള്ള പ്രതിഫലം പോലും പൂർണ്ണമായും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുമാണ് ജയസൂര്യ ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. സേവ് ബോക്സുമായി തനിക്ക് ഓഹരി പങ്കാളിത്തമോ മറ്റ് സാമ്പത്തിക ഇടപാടുകളോ ഇല്ലെന്നും ജയസൂര്യ അറിയിച്ചെങ്കിലും ഇത് ഇഡി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. 2019 മുതൽ നടന്ന പണമിടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ തേടുകയാണ് കേന്ദ്ര ഏജൻസി. പരസ്യ ആവശ്യങ്ങൾക്കും മറ്റുമായി സമീപിക്കുന്നവർ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാനാകുമോ എന്നായിരുന്നു സംഭവത്തിൽ ജയസൂര്യ നേരത്തെ പ്രതികരിച്ചത്. നിയമാനുസൃതമായി മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തി നികുതി അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പൗരൻ മാത്രമാണ് താനെന്നുമാണ് ജയസൂര്യ പറഞ്ഞത്.